അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിലയിരുത്തിയാണ് ഭീഷ്മയ്ക്ക് കോടതി പരമാവധി ശിക്ഷ നൽകിയത്. അത് കോടതിയുടെ വിവേചനാധികാരം. പക്ഷെ നീതി നടപ്പായെന്ന തോന്നലിലാണെങ്കിലും അതിനെ ആഘോഷമാക്കുന്നവർ ഇരയോടുള്ള തങ്ങളുടെ ഐക്യദാർഢ്യം ഹിംസ കൊണ്ട് പ്രകടിപ്പിക്കുകയാണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല, പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലുമൊക്കെ ഇത്തരം മനോഭാവങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ചില വിവരണങ്ങളെങ്കിലും കടന്നുകൂടുന്നുണ്ട്. വധശിക്ഷയെ റിപ്പോർട്ട് ചെയ്യുന്നതും പ്രകീർത്തിക്കുന്നതും ഒന്നല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ചില പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്: ഇതാണ് വിധി, ഇതാണ് കോടതി, ആഗ്രഹിച്ച വിധി. പണക്കാരന്റെ ആലോചന വരുമ്പോൾ പഴയ കാമുകനെ ചതിക്കുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ. കൊൽക്കത്തയിലെ പീഡന കൊലപാതകത്തിൽ വധശിക്ഷ കൊടുത്തില്ല, അംഗീകരിക്കാനാവില്ല എന്നിങ്ങനെ പോകുന്നു വധശിക്ഷയെ അനുകൂലിക്കുന്നവരുടെ പ്രതികരണങ്ങൾ. ചിലരുടെ ആശങ്ക മേൽക്കോടതികളിലോ രാഷ്ട്രപതിയുടെ ദയാഹർജിയിലോ വധശിക്ഷ റദ്ദാക്കപ്പെടുമോ എന്നതാണ്. ഇവിടെ ഒന്നും നടക്കില്ല. മേൽക്കോടതികൾ വെറുതെ വിടും. വിധിച്ചാൽ പോരാ, നടപ്പാക്കണം. അങ്ങനെ ഇവിടെ പറയാൻ പറ്റാത്ത വിധം ക്രൂരതയും അശ്ലീലവുമാണ് പല പ്രതികരണങ്ങളിലും ഉള്ളത്. വധശിക്ഷ നിരവധി രാജ്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു. നിയമനിർമ്മാണം പല രാജ്യങ്ങളും പരിഗണിക്കുന്നുമുണ്ട്. അതിനിടെയാണ് കുട്ടികൾ പോലും വായിക്കുമെന്ന തിരിച്ചറിവില്ലാത്ത ചിലരുടെ കഴുമര കീർത്തനങ്ങൾ കേരളത്തെ അപരിഷ്കൃതമാക്കുന്നത്. ലൈക്കിനും കമന്റിനും വേണ്ടിയാണെങ്കിൽ പോലും മരണത്തിൽ വേദനിക്കുന്നത് സ്വാഭാവികവും സന്തോഷിക്കുന്നത് അസ്വാഭാവികവുമാണ്. രാജ്യത്ത് നിയമാനുസൃതമായതിനാൽ വധശിക്ഷാ വിധിയെ അംഗീകരിക്കേണ്ടി വരുമ്പോഴും ആഘോഷിക്കരുത്.